കഴിഞ്ഞ ഒരു മാസക്കാലമായി മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ പോലെ കൊണ്ടാടിയ പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഫലം കാത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാധ്യമങ്ങൾക്കും കഥയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല. ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന കഥ അല്ലെങ്കിൽ ആരോപണം പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റേതാണ്. ഏതായാലും വളരെ വിചിത്രം എന്ന് തന്നെ നമുക്ക് തോന്നേണ്ടി വരും. കാരണം രാഷ്ട്രീയക്കാരും സംഘടനകളുമൊക്കെ വോട്ട് തേടാനേ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇതല്പം കടന്നു പോയില്ലേ? കാരണം ഇത് കേരളമാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. കാരണം ഇത് പ്രബുദ്ധരുടെ നാടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയൊരു വോട്ടുപിടുത്തമോ എന്ന് ചോദിക്കേണ്ടി വരും. ഏതായാലും EN സുരേഷ് ബാബു പറഞ്ഞത്, ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുടെയും പ്രവർത്തകർ വീടുകളിൽ കയറി ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന്. ഏതായാലും ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിരിക്കും. അതിനും കേരളം തുടക്കമിട്ട് കഴിഞ്ഞു. കാരണം മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി അതിൽ തൊട്ട് സത്യം ചെയ്യിക്കുന്ന ഒരു രീതി. മുൻപ് ഗോവയിൽ ഇതുപോലെ കോൺഗ്രസിൽ നിന്ന് ജയിച്ചു കയറുന്ന MLAമാർ BJPയിലേക്ക് മറുകണ്ഠം ചാടിച്ചപ്പോൾ സോണിയാഗാന്ധി കണ്ടുപിടിച്ചൊരു തന്ത്രമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാനായി നോമിനേഷൻ കൊടുത്ത എല്ലാ സ്ഥാനാർത്ഥികളെയും കൊണ്ട് നേരെ പള്ളിയിൽ ചെന്നു. അവിടെ ചെന്ന് സത്യം ചെയ്യിച്ചു, തങ്ങൾ ജയിച്ചാലും പാർട്ടി മാറില്ല എന്ന്. പക്ഷേ ജയിച്ചതിൻ്റെ അടുത്ത മണിക്കൂറിൽ അവരെല്ലാം BJP പാളയത്തിലെത്തുകയും ചെയ്തു. ഏതായാലും മതഗ്രന്ഥത്തിൽ തൊട്ട് സത്യം ചെയ്യുന്ന ഒരു പ്രചരണ രീതി കൂടെ കേരളത്തിൽ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.